കായ് ഹലുവ കഴിച്ചിട്ടുണ്ടോ? കായ് ഹലുവ എന്ന് പറഞ്ഞാൽ നമ്മളെ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ഹലുവയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നല്ല പഴുത്ത 4 നേന്ത്രപ്പഴം അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോനോളം പഞ്ചസാര ചേർത്തിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് 2 സ്പൂൺ ഗീ, കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഉരുളിയിലേക്ക് നമ്മൾ പഴത്തിൻ്റെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഇവിടെ ഒരു 3/4 സ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരേ ഇളക്ക് തന്നെ കേട്ടോ, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ കുറുക്കി നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ രൂപത്തിലാകുമ്പോൾ കുറച്ച് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉരുളിയിൽ നിന്നൊന്ന് വിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹലുവക്കായിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒട്ടലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ വറുത്ത് കോരി മാറ്റി വെച്ച്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി പഴത്തിൻ്റെ ഹലുവയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.